നമസ്തേ. ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവദ്ഗീത അർജുന വിഷാദയോഗഃ. ശ്ലോകം 31. ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം. അതിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് അർജുനന്റെ മിഥ്യാജ്ഞാനമാണ്. ശരീരവും ആത്മാവും അഭിന്നമായി കാണുന്ന ദേഹാത്മബുദ്ധി സത്യജ്ഞാനത്തെ ആവരണം ചെയ്തിരിക്കുന്നു. 31 ശ്ലോകം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അർത്ഥം: ഭഗവാൻ കേശവ, പ്രതികൂലങ്ങളായ നിമിത്തങ്ങളും അല്ലെങ്കിൽ ശകുനങ്ങളും ഞാൻ കാണുന്നു. യുദ്ധത്തിൽ ബന്ധുജനത്തെ ഹനിച്ചിട്ട് അല്ലെങ്കിൽ വധിച്ചിട്ട് ശ്രേയസ്സുണ്ടാകുമെന്ന് ഞാൻ കാണുന്നില്ല. അർജുനൻ പറയുകയാണ് ഇവിടെ. ലോക നന്മയ്ക്കായി കേശി എന്ന അസുരനെ വധിച്ച ഭഗവാനെ, ഞാൻ എന്തിനെ എൻ്റെ ബന്ധുജനങ്ങളെ വധിക്കണം? മാത്രമല്ല, പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താണ്. യുദ്ധത്തിൽ നേടാനാവുന്ന വിജയം കൂടിയും തനിക്കും ദുഃഖദായകമായേ ഭവിക്കൂ. അർജുനനെ വിഷാദക്കയത്തിൽ ആഴ്ത്തുന്നത് ഈ കാര്യങ്ങളാണ്. ഭൗതിക ബന്ധങ്ങളിൽ കുരുങ്ങിപ്പോയ ജീവാത്മാവ് ആത്യന്തിക ലക്ഷ്യമായ പരമാത്മ ചൈതന്യത്തെ വിസ്മരിച്ചു പോകുന്നതാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം നിദാനമാവുന്നത്. ഇനി ശ്ലോകം 32 കടക്കാം. ശ്ലോകം 32. ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. അർത്ഥം നോക്കാം. കൃഷ്ണ, വിജയവും രാജ്യവും സുഖങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദ, നമുക്ക് രാജ്യം കൊണ്ട് എന്തു പ്രയോജനം? ഭോഗങ്ങൾ കൊണ്ടോ ജീവിതേന അല്ലെങ്കിൽ ജീവിതം കൊണ്ടോ എന്തു പ്രയോജനമാണ് ഉള്ളത്? ദേവവർഗമെന്നും അസുരവർഗമെന്നും 2 ഗണത്തിൽ മനുഷ്യരെല്ലാം പെടുന്നു. അതിൽ ശുഭവാസനകളുള്ളവർ ദേവവർഗത്തിലും സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ അശുഭവാസനകൾ ഉള്ളവർ അസുരവർഗത്തിലും പെടുന്നു. ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നവർ അശുഭവാസനകളെ പുറന്തള്ളി ശുഭവാസനകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. തനിക്കും തന്നോടൊപ്പം നിലനിൽക്കുന്നവർക്കും രാജാധികാരവും സുഖസാമഗ്രികളും എക്കാലവും ഉണ്ടായിരിക്കണമെന്നും അതൊക്കെ നിലനിർത്തുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും തനിക്ക് പ്രശ്നമല്ലെന്നും വിശ്വസിക്കുന്ന ദുര്യോധനൻ ആസുരി സമ്പന്നനാണ്. മറുവശത്ത് സ്വജനങ്ങൾക്ക് ജീവഹാനി വരുത്തുന്ന യുദ്ധം കൊണ്ട് നേടാൻ കഴിയുന്ന ഭൗതിക സുഖങ്ങളെയെല്ലാം ത്യജിക്കാൻ സന്നദ്ധനാകുന്ന പാർത്ഥൻ ദൈവിക സമ്പത്തുകൾ ഉള്ളവനാകുന്നു. ശ്ലോകം 33. യേഷാമർത്തേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച തൈമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. അർത്ഥം: യാതൊരുത്തർക്കു വേണ്ടിയാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും നാം ആഗ്രഹിക്കുന്നത്, ആ ഇവർ പ്രാണങ്ങളെയും ധനസമ്പത്തിനെയും ഉപേക്ഷിച്ചിട്ട് പോർക്കളത്തിൽ നിലകൊള്ളുന്നു. ശ്ലോകം 34 കൂടെ നോക്കാം. ആചാര്യാഃ പിതരഃ പുത്രാസ്തഥൈവ ച പിതാമഹാഃ മാതുലാഃ ശുശൂരാഃ പൗത്രാഃ സ്യാലാഃ സംബന്ധിനസ്തദാ. ഗുരുക്കന്മാരും പിതാക്കളും പുത്രന്മാരും അതുപോലെ തന്നെ പിതാമഹന്മാരും അമ്മാവന്മാരും ശ്വശുരന്മാരും പൗത്രന്മാരും അളിയന്മാരും അതുപോലെ ബന്ധുജനങ്ങളും. ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന ഉപഭോഗ വസ്തുക്കൾക്ക് പരിമിതികളുണ്ട്. രാജ്യവും അധികാരവും പദവികളുമെല്ലാം സ്വജനങ്ങൾക്ക് വേണ്ടിയാണ്.
ആരാണ് സ്വജനങ്ങൾ? ഗുരുനാഥന്മാർ, പിതാക്കന്മാർ, പുത്രന്മാർ, അപ്പൂപ്പന്മാർ, അമ്മാവന്മാർ, ഭാര്യാപിതാക്കർ, പൗത്രന്മാർ, അളിയന്മാർ, മറ്റു ബന്ധുക്കൾ. ഇവിടെ പോരിൽ ചാവേറ്റു പടകളായി അണിനിരന്നിരിക്കുന്നത് ഇവരൊക്കെ തന്നെ ആണല്ലോ. ഇവരെല്ലാം പോരിൽ മരിക്കുകയോ താൻ ഒറ്റയ്ക്കോ പാണ്ഡവന്മാർ 5 പേരായോ ശേഷിച്ചാൽ, വാസ്തവത്തിൽ അതന്നെയാണ് സംഭവിക്കുന്നത്, പാണ്ഡവരാണ് ശേഷിക്കുന്നത്. പോരാടി നേടിയ സുഖഭോഗ സാമഗ്രികൾ ആരനുഭവിക്കും? ഈ ചിന്തയാണ് അർജുനന്റെ മനസ്സിനെ മതിക്കുന്നത്. ശ്ലോകം 35. ഏതാന്ന ഹന്തുമിച്ഛാമിജ്ഞതോ അഭി മധുസൂദന അഭിത്രൈലോക്യ രാജ്യസ്യ ഹേതോഹ ഹിന്നു മഹീകൃതേ. അർത്ഥം: ഹേ മധുസൂദന, വധിക്കുന്നവരായാൽ പോലും ഇവരെ ത്രൈലോക്യ രാജ്യസ്യ എന്ന് പറഞ്ഞാൽ ത്രിലോകാധിപത്യത്തിനു അഭി വേണ്ടിയായാലും ഹനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമിക്കു വേണ്ടി പിന്നെ പറയാനുണ്ടോ? മധുസൂദന എന്ന സംബോധന: മധു എന്ന അസുരനെ നിഗ്രഹിച്ചവൻ. ഗോവിന്ദ എന്ന സംബോധന: ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാതാവ്. ഇവിടെ എൻ്റെ ബന്ധുജനങ്ങളിൽ ആരും മധു എന്ന അസുരനെ പോലെ ദുഷ്ടനായുള്ള ആളുകളില്ല. അങ്ങ് മധു എന്ന അസുരനെ വധിച്ചു, അവനൊരു ദുഷ്ടനായതുകൊണ്ട്. പക്ഷെ എൻ്റെ ബന്ധുജനങ്ങളെ ഞാൻ എന്തിനു വധിക്കണം? അവരാരും മധു എന്ന അസുരനെ പോലെ ദുഷ്ടനല്ലല്ലോ, അർജുനൻ പറയുകയാണ്. അർജുനനിലെ ഗുണങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. അർജുനന് രാജ്യമോഹം ഇല്ല. ഭഗവത് ഭക്തനാണ് അർജുനൻ. ദുഷ്ടരായ ബന്ധുക്കളോട് പകരം വീട്ടാൻ ഒരുക്കമല്ല. ദുഷ്ടരാണെങ്കിൽ പോലും ബന്ധുക്കളോട് പകരം വീട്ടാൻ ഒരുക്കമല്ല. അതുകൊണ്ട് രാജ്യമോഹം കാരണം ബന്ധുക്കളുടെ സർവനാശത്തിന് കാരണമാകാൻ അർജുനൻ ഇഷ്ടപ്പെടുന്നില്ല. ശ്ലോകം 36. നിഹത്യ ധാർത്തരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ഹത്തോ താനാതതായിനഃ. അർത്ഥം: ഹേ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ ഹനിച്ചിട്ട് നമുക്ക് എന്തു പ്രീതി ഉണ്ടാകും? ആദതായികളെ ഹനിച്ചിട്ട്, കൗരവരെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മെ പാപം മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. 6 തരം കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും ചെയ്യുന്നവർ ആദതായികളാകുന്നു. അതാണ് ആദതായികൾ. ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുന്നവർ 1, വീടിന് തീ വയ്ക്കുന്നവർ 2, ആയുധം കൊണ്ട് ഉപദ്രവിക്കുന്നവർ 3, പരദ്രവ്യം അപഹരിക്കുന്നവർ, മറ്റുള്ളവരുടെ വസ്തുക്കൾ അപഹരിക്കുന്നവർ, അന്യന്റെ ഭൂമി കയ്യേറുന്നവർ, പരദാരങ്ങളെ അപഹരിക്കുന്നവർ. ആദതായികളെ വധിക്കുന്നത് ധർമ്മമാണ്. അങ്ങനെയുള്ളവർ ആദതായികളാണ്, അവരെ വധിക്കുന്നത് ധർമ്മമാണ്. അന്യന്റെ അക്രമ പ്രവൃത്തികൾ കണ്ടിട്ട് മൗനം ദീക്ഷിക്കുന്നത് പൗരുഷമോ ധർമ്മബുദ്ധിയോ അല്ല. കൗരവന്മാർ ആദതായികളാണെന്ന കാര്യത്തിലും പക്ഷഭേദമില്ല. അവർ സ്വജനങ്ങളാണെന്ന ചിന്തയാണ് പാർത്ഥനെ, അർജുനനെ, പൃഥയുടെ പുത്രനെ, കുന്തിപുത്രനെ പരവശനാക്കുന്നത്. 37. തസ്മന്നർഹാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. അർത്ഥം: അതുകൊണ്ട് നാം ബന്ധുജനങ്ങളായ ധൃതരാഷ്ട്രപുത്രന്മാരെ ഹനിക്കുന്നതിന് അർഹരല്ല മാധവ. സ്വജനത്തെ ഹനിച്ചിട്ടും എങ്ങനെ സുഖമുള്ളവരായിരിക്കും? അർജുനൻ പറയുകയാണ്. ലക്ഷ്മി ദേവിയുടെ ധവൻ ഭർത്താവ് ആയ അങ്ങ് ഐശ്വര്യഹാനി വരുത്തുന്ന ദുഷ്കർമ്മത്തിന് പ്രേരിപ്പിക്കരുത് എന്ന് മാധവ എന്ന സംബോധന സൂചിപ്പിക്കുന്നു. ചാന്ദ്യോഗ്യോപനിഷത്തിൽ ഭഗവാനെ അറിയാൻ മധുവിദ്യ വിവരിക്കുന്നുണ്ട്. മധുവിദ്യയാൽ വേദ്യനായ അങ്ങ് തത്വോപദേശം കൊണ്ട് എന്നെ രക്ഷിച്ചാലും എന്ന അർത്ഥസൂചനകൾ ആ സംബോധനയിൽ ചില പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 38, 39 ശ്ലോകങ്ങൾ. ശ്ലോകം 38, 39. യദ്യപ്യേതേന പശ്യന്തി
ലോപോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. അർത്ഥം: ഹേ ജനാർദ്ദന, അത്യാഗ്രഹം കൊണ്ട് ബുദ്ധികെട്ടുപോയ ഇവർ വംശനാശം കൊണ്ടുണ്ടാകുന്ന ദോഷവും മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിലുള്ള പാപവും കാണുന്നില്ലെങ്കിലും വംശനാശം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെ മുൻകൂട്ടി കാണുന്നവരായ നാം ഈ പാപത്തിൽ നിന്നും പിന്തിരിയുന്നതിന് എങ്ങനെ അറിയാതിരിക്കും? കർത്തവ്യാനുഷ്ഠാനം ദുഷ്ഫലമുളവാക്കുന്നതാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നത് ദോഷകരമല്ലെന്ന വിചാരഗതിയാണ് അർജുനന് ഉള്ളത്. കൂടുതൽ ചിന്തിക്കുമ്പോൾ അർജുനന്റെ ഈ ചിന്താഗതി സ്വജനങ്ങൾ, സ്വബന്ധുക്കൾ എന്ന സകുചിത പരിധികൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതേ ഉള്ളൂവെന്ന് കാണാനാകും. ഇനി 40-ാമത്തെ ശ്ലോകമാണ്. കുലക്ഷയം കൊണ്ടുണ്ടാകാവുന്ന അധപ്പതനത്തിന്റെ ഭീകരാവസ്ഥ ചിത്രീകരിക്കുന്ന അർജുനൻ ഒരു അതിബുദ്ധിമാന്റെ ഭാവമാണ് വെളിവാക്കുന്നത്. 40-ാമത്തെ ശ്ലോകം. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നമധർമ്മോ അഭി ഭവത്യുത. വംശക്ഷയമുണ്ടാകുമ്പോൾ അനാദികാലം മുതൽ അനുഷ്ഠിച്ചു വരുന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ പൂർണ്ണമായും അധർമ്മം ആക്രമിക്കുന്നുവല്ലോ. അർജുന വിഷാദ യോഗത്തിലെ 40 ശ്ലോകങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ.